morning to all. In the last class, we were discussing the topic legal effects of an agreement with a minor, and the points that we have come across so far are: an agreement by a minor is absolutely void and inoperative as against him. Then beneficial agreements are valid contracts, or if an agreement offers some benefits to the minor without incurring any personal liability to the minor, such agreements are treated as valid agreements. Then if the agreement is for supplying some necessaries to the minor, his properties alone shall be held accountable for the necessaries supplied to him, and he will not incur any personal liability in that case also. But his estate shall be, or his property shall be held accountable for the necessaries supplied to him. These all were the points that we have discussed so far. Next point, no ratification on attaining the age of majority. That means an agreement with a minor is void from the very beginning itself, and it cannot be ratified once the minor attains the age of majority. Okay, an agreement with a minor is from the very beginning itself is void and invalid, and it cannot be made valid when the minor attains the age of majority. Ratification means a subsequent acceptance of an act which has been done in the past, and no ratification can be made possible in the case of an agreement with a minor. Okay, അതായത് ഒരു മൈനറുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ഏർപ്പെടുന്ന നിമിഷം തന്നെ ആ മൈനറുമായിട്ടുള്ള എഗ്രിമെന്റിന് നിയമസാധുതയില്ല, അതല്ലെങ്കിൽ അതൊരു നിയമത്തിന് വിധേയമല്ലാത്ത ഒരു എഗ്രിമെന്റ് ആണ്. അത് ഇപ്പോൾ ഒരു മൈനർക്ക് 17 വയസ്സുള്ള സമയത്താണ് നമ്മളൊരു മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കോൺട്രാക്റ്റിന് എന്തില്ല, നിയമസാധുത ഇല്ലാത്തത് കൊണ്ട് അത് അന്നേരം തന്നെ ഇൻവാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഗ്രിമെന്റ് ആണ്. മൈനർക്ക് 18 വയസ്സായതിനു ശേഷം നമ്മൾ ഈ പഴയ കോൺട്രാക്റ്റിന് ലീഗാലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പഴയ എഗ്രിമെന്റ് വാലിഡ് ആക്കുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് an agreement with a minor is void from the very beginning itself, or an agreement with a minor is void ab initio. Void ab initio means void from the very beginning itself, or invalid from the very beginning itself. ഇപ്പോൾ ഒരു മൈനറുമായിട്ടൊരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു എഗ്രിമെന്റ് ഉടലെടുക്കുന്ന സമയത്ത് തന്നെ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് അഗ്രിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നീട് മൈനർക്ക് 18 വയസ്സോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുകയോ ചെയ്യുന്ന സമയത്ത് അതിന് ലീഗാലിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെയ്ത ഒരു പ്രവൃത്തി തെറ്റാണ്, അത് നമ്മൾ പിന്നീട് അത് എന്ത് ചെയ്യാണ്, അത് സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ അംഗീകരിക്കുകയാണെങ്കിൽ അതിനാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ചില കേസസ് ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പോൾ ആ ഒരാൾ അതിനകത്ത് എഗ്രീവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് നഷ്ടം നേരിട്ട ആൾ കരുതുകയാണ് ഓക്കെ അതിനെ ലീഗലൈസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് വേവർ ചെയ്ത് കൊടുക്കുക, ഇളവ് ചെയ്ത് കൊടുക്കാന്ന് ആ ഓപ്പോസിറ്റ് പാർട്ടി കരുതുകയാണെന്നുണ്ടെങ്കിൽ റാറ്റിഫിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള കേസസ് ഉണ്ട്. പക്ഷെ മൈനറുടെ കേസിൽ റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. മൈനറുടെ കേസിൽ അത് പോസിബിൾ അല്ലാത്തതിന്റെ കാര്യം ഫോർമേഷൻ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഇറ്റ് സെൽഫ് ദാറ്റ് കോൺട്രാക്ട് ഇസ് ഇൻവാലിഡ്. സോ ഇറ്റ് cannot be made valid if the other party is desirous of so. ഓക്കെ, അതർ പാർട്ടി അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് പാർട്ടി വിചാരിച്ചാൽ കൂടെ ഒരു മൈനറുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫർദർ ലീഗാലിറ്റി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അത് ആ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ്, അത് ഇൻവാലിഡ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, പൊസിഷൻ ഓഫ് മൈനർ ആസ് ആൻ ഏജന്റ്. A minor being an incompetent person to enter into a contract, he is not allowed to enter into a contract of agency as a principal, but he can be appointed as an agent of his principal, and his principal shall be held accountable for the consequences of the acts which are being done by the minor agent, and the minor will not incur any personal liability out of the contract of agency. Okay, അതായത് ഒരു മൈനറിനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻകോമ്പീറ്റന്റ് പേഴ്സൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ല. ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ കേസിലാണെങ്കിൽ പോലും പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആ പൊസിഷനിൽ അദ്ദേഹത്തിന്
ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു മൈനറിനെ വേറൊരാൾക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെങ്കിൽ ഒരു മൈനർക്ക് ഒരു ഏജന്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പലിന്റെ ഏജന്റ് ആയിട്ട് നിലകൊള്ളാനുള്ള പ്രൊവിഷൻ ഉണ്ട് താനും. അതായത് മൈനർക്ക് വേണമെങ്കിൽ വേറെ ഒരാളെ റെപ്രസെന്റ് ചെയ്യാം. മൈനർ ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാം കോൺസിക്വൻസസ് എന്ത് ചെയ്യേണ്ടി വരും, ആ വ്യക്തി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. മൈനർക്ക് യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. മൈനറുടെ കേസിൽ വരുന്ന ഒരേ ഒരു കേസ് മൈനർക്ക് എന്താണ്, മൈനർ ക്യാൻ ബി എ ബെനിഫിഷ്യറി ബട്ട് ഹി ഷാൽ നോട്ട് ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദ കോൺസിക്വൻസസ് ഓഫ് ദ ആക്ട്സ് വിച്ച് ആർ ബീയിങ് കമ്മിറ്റഡ് ബൈ ഹിം. അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൈനർക്കുള്ളൂ. ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതൊന്നും മീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ആർക്കില്ല, മൈനർക്കില്ല. പക്ഷെങ്കിൽ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ ഒരു പ്രിൻസിപ്പലിന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ മൈനറെ അനുവദിക്കുമ്പോൾ ആ മൈനർ എന്തെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസ് വരുത്തി വെക്കുകയാണെങ്കിൽ അത് പ്രിൻസിപ്പലിന്റെ ബാധ്യതയാണ് അത് മീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് അത് ഓപ്പോസിറ്റ് പാർട്ടി ആരാണോ ആ ഓപ്പോസിറ്റ് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലയബിലിറ്റി സെറ്റിൽമെന്റ് നടത്തേണ്ട ബാധ്യത ആർക്കുണ്ടായിരിക്കും, പ്രിൻസിപ്പലിനുണ്ടായിരിക്കും. മൈനർക്ക് യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ പ്രിൻസിപ്പലിന് തീരുമാനിക്കാം ഒരു മൈനറെ അയാളുടെ ഏജന്റ് ആയിട്ട് വെക്കണോ വേണ്ടയോ എന്നുള്ളത്. അഥവാ വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസിക്വൻസസ് എല്ലാം അയാൾ ബെയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അയാൾ അതെല്ലാം വഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദാറ്റ്സ് ദ പൊസിഷൻ ഓഫ് മൈനർ ആസ് ആൻ ഏജന്റ്. Next point is minor as a partner in a partnership firm. A minor being an incompetent person or a minor being not allowed to enter into a contract, he is not expected to enter into a contract of partnership or an agreement of partnership. But he can be admitted to the benefits of the partnership only if the other partners are agreeing to do so. അതായത് സാധാരണഗതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഓപ്പൺ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പ്രോഫിറ്റും ലോസും ഒരുപോലെ ഷെയർ ചെയ്യാന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് അവരുടെ ഇടയിൽ വരുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പ്രോഫിറ്റും ലോസും അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്തോളാം, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ് ആ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ അവർ എന്ത് ചെയ്തോളാം, പ്രോഫിറ്റും ലോസും മീറ്റ് ചെയ്തോളാം എന്നുള്ള ഒരു ധാരണപ്പുറത്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ മൈനറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനർക്ക് പേഴ്സണൽ ലയബിലിറ്റീസ് ഒന്നും ഇൻകർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന്. അപ്പൊ നോർമൽ പാർട്ട്ണറായിട്ട് മൈനറെ കൺസിഡർ ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ലോസും കൂടെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുമ്പോൾ അത് പേ ഓഫ് ചെയ്യാനുള്ള ആ ഒരു ബാധ്യത കൂടി ആർക്കുണ്ടായിരിക്കും, മൈനർക്ക്. ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിൽ ഒരു പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കും. അപ്പം മൈനറെ സംബന്ധിച്ച് അയാൾക്ക് പേഴ്സണൽ അക്കൗണ്ടബിലിറ്റിയോ അല്ലെങ്കിൽ ലയബിലിറ്റീസോ ഒന്നും മീറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് മൈനറിനെ ആസ് യൂഷ്വൽ ഒരു പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ. പക്ഷെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് ഷെയറിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു പ്രൊവിഷൻ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനറെ പാർട്ട്ണർഷിപ്പ് കേസിലോട്ട് അഡ്മിറ്റ് ചെയ്യാനും പറ്റും. അതിനൊരു കണ്ടീഷൻ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പിലുള്ള ബാക്കി എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്യണം, അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനറെ നമുക്ക് ഒരു ബെനിഫിഷ്യറി ആയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളായിട്ട് മൈനറെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് എ മൈനർ ആസ് എ partner. Okay, hope you understood. Next point is position of a minor in the case of a contract by a minor and adult jointly. In the case of a contract which is being made by a minor and an adult jointly, the minor will not incur any personal liability arising under the contract, but the other party cannot demand anything from the minor. The major party alone shall be held accountable for the contract as a whole. ഓക്കെ, അതായത് മൈനറും ഒരു അഡൽട്ടും കൂടെ ഒന്നിച്ചാണ് ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഒരാളുണ്ട്. അതായത് ഒരാൾക്ക് ഇപ്പൊ 50,000 രൂപ കൊടുക്കാം, ഒരു പ്രോഡക്റ്റിന്റെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 50,000 രൂപ കൊടുക്കാമെന്ന് ജോയിന്റ് ആയിട്ട് ഒരു പ്രോമിസ് കൊടുത്തിരിക്കുന്നത് ഒരു മൈനർ ആയിട്ടുള്ള ആളും ഒരു മേജർ ആയിട്ടുള്ള ആളും കൂടെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 50,000 രൂപ അവർ ഒന്നിച്ചു കൊടുക്കാത്ത പക്ഷം മറ്റേ ആൾക്ക് മൈനറുടെ അടുത്തു നിന്ന് യാതൊന്നും ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കത്തില്ല. മൈനറുടെ കൂടെയുള്ള ആ ഒരു ആള്, ആ മേജർ ആൾ ആരാണോ അയാൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും,
ആ 50,000 രൂപ മുഴുവനായിട്ട് കൊടുക്കേണ്ട ബാധ്യത അയാൾക്ക് മാത്രമായിരിക്കും. മൈനർക്ക് ഒരു പേഴ്സണൽ ലയബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. മൈനർക്ക് നെസസറീസ് സപ്ലൈ ചെയ്യുന്ന കേസിൽ മാത്രമേ മൈനറുടെ എസ്റ്റേറ്റിന് പോലും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന് പോലും അക്കൗണ്ടബിലിറ്റി ഉള്ളൂ. ഈ കേസിൽ മൈനർക്ക് എസ്റ്റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ മൈനർക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ പോലും മൈനർക്ക് യാതൊരുവിധ ആൻസറബിലിറ്റിയും അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായിരിക്കത്തില്ല. ആരാണോ അയാളുടെ കൂടെ പാർട്ട്ണറായിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത് അയാൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ആ മുഴുവൻ തുകയും അല്ലെങ്കിൽ ആ 50,000 രൂപയും കൊടുക്കേണ്ട ബാധ്യത അയാൾക്ക് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്താണ് മൈനറും മേജറും കൂടെ പ്രോമിസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് പെർഫോം ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ആ മേജറായിട്ടുള്ള മൈനറുടെ കൂടെ നിന്ന് ആ കമ്പാനിയനായിരിക്കും അതിനുള്ള ബാധ്യത ഉണ്ടായിരിക്കുക. ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്താണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അത് ഓഫർ ഫുള്ളായിട്ട് മീറ്റ് ചെയ്യേണ്ട പെർഫോം ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? മൈനറുടെ കൂടെ കൂടിയ ആ മേജറായിട്ടുള്ള വ്യക്തിക്കായിരിക്കും. അപ്പൊ മൈനർക്ക് യാതൊരുവിധ ബാധ്യത ഉണ്ടായിരിക്കത്തില്ല. മൈനറും മേജറും കൂടെ ജോയിന്റ് ആയിട്ടാണ് ഒരു പ്രോമിസ് കൊടുക്കുന്നത് എങ്കിൽ പോലും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് is position of minors parents. The minor's parents are not liable for the agreements made by a minor, and it is immaterial whether it is for the supply of necessaries or for some other purposes. The minor's parents are not expected to be accountable for the agreements which are being made by the minors with someone else. The parents can be held liable only when the child or the minor child is acting on behalf of the parents, or the child is acting as an agent of his parents. Only in that case the parents are held accountable. Otherwise they are not accountable for the agreements which are being made by the minor child. Okay, അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ചോദ്യമുണ്ട്, മൈനർ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഒരു ലയബിലിറ്റി കമ്മിറ്റ് ചെയ്തിട്ട് അത് മൈനർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നമുക്കത് മീറ്റ് ചെയ്തുകൂടെ, അല്ല പാരന്റ്സിനോട് അത് ചോദിച്ചുകൂടെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഇതാണ്: അതിനുള്ള റൈറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഇല്ല. പാരന്റ്സിന് യാതൊരുവിധ ബാധ്യതയില്ല. മൈനർ ചൈൽഡ് കൊടുക്കുന്ന പ്രോമിസ് എന്താണോ അത് പെർഫോം ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത പാരന്റ്സിനില്ല. പാരന്റ്സിന് മൈനർ ചൈൽഡിന്റെ ഒരേ ഒരു പ്രവൃത്തിക്ക് എപ്പോൾ മാത്രമേ ബാധ്യത വരുന്നു ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ് പ്രിൻസിപ്പൽ ആയിക്കൊണ്ട് പാരന്റിന്റെ ഏജന്റ് ആയിട്ടാണ് എന്താ പറയാ ഒരു മൈനർ ചൈൽഡ് ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ പ്രിൻസിപ്പൽ ഫാദർ ആണ്. അതുപോലെ ഏജന്റ് എന്ന് പറയുന്നത് അയാളുടെ തന്നെ മൈനർ ചൈൽഡ് ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന മൈനർ ചൈൽഡ് വരുത്തി വെക്കുന്ന ബാധ്യത പേ ഓഫ് ചെയ്യേണ്ട ബാധ്യത പാരന്റിന് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതല്ലാതുള്ള ഒരു കേസിലും ആർക്ക് ബാധ്യതയില്ല? പാരന്റിന് ബാധ്യത ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഇതാണ് പൊസിഷൻ ഓഫ് ഓർ ദ ലീഗൽ ഇഫക്ട്സ് ഓഫ് ആൻ അഗ്രിമെന്റ് വിത്ത് എ മൈനർ എന്ന് പറയുന്നത്. ഓക്കെ,